ജർമ്മനിയിൽ ബി എസ് സി നഴ്സിംഗിനുള്ള സ്കോപ്പ് എന്താണെന്നുള്ളതാണ്. ഈ ജർമ്മനിയും യു കെയും നഴ്സിംഗ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറൻസ് ഞാൻ പറയാം. ഒന്ന്, ഞാൻ യു കെയുടെ കുറച്ച് ബെനിഫിറ്റ്സ് പറയാം, അതിനുശേഷം ജർമ്മനിയുടെ പറയാം. ഓക്കെ, യു കെയിൽ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിലെ മുതൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും നമുക്ക് കഴിവുള്ള ആൾക്കാരാണ്. യു കെയിൽ മാത്രമാണ് ഇപ്പോഴും ബി എസ് സി നഴ്സിങ്ങിന് വിത്തൗട്ട് IELTS നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യം. മറ്റു ഒരു രാജ്യത്തും, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ എങ്ങും തന്നെ ബി എസ് സി നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ഇല്ല. ഹംഗറി അല്ലെങ്കിൽ അങ്ങനെ 2-3 കൺട്രികളിൽ മാത്രമാണ് ബി എസ് സി നഴ്സിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ ടീച്ചിങ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമ്മൾക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാനും അവിടെ സർവൈവ് ചെയ്യാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കമ്പയർ ചെയ്യുമ്പോൾ യു കെയിൽ നമുക്ക് ഡയറക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് വിത്തൗട്ട് IELTS, അത് സയൻസ് ഗ്രൂപ്പിൽ മാത്സും ബയോളജിയും കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്രമേ, അതും 80% ആൻഡ് എബോവ് മാർക്ക് മാൻഡേറ്ററി ആണ്. +2-ന് 2 ഇതിലും നിങ്ങളുടെ ഇൻറ്റേർണൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് 80% എബോവ് മാർക്ക് വേണം. ഇൻറ്റേർണൽസ് ഒഴിവാക്കി 80% എബോവ് മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് IELTS എല്ലാ സബ്ജക്ട്സിനും 80% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ വിത്തൗട്ട് IELTS നിങ്ങൾക്ക് യു കെയിൽ ബി എസ് സി നഴ്സിംഗ് ചെയ്യാൻ പറ്റും. ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് NHSൽ NMC രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് ലെവൽ 4-ൽ നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതാണ് യു കെയുടെ ഒരു അഡ്വാൻറ്റേജ്. ജർമ്മനിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. കാരണം ജർമ്മനിയിലുള്ള ലാംഗ്വേജ് നിങ്ങൾ ബേസിക്കലി ജർമ്മൻ B1, B2, B2-ൻ്റെ 4 മോഡ്യൂൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് B2 ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ FS പോലെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിങ്ങളുടെ സീറ്റ്സ് അവൈലബിലിറ്റിയും ഒരു റിസ്കി ഫാക്ടറാണ്. കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ A1, A2, B1, B2 കഴിഞ്ഞ് നിങ്ങൾ ഈ ഇത്രയും പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് വരുമ്പോൾ തന്നെ ചിലപ്പോൾ 1 കൊല്ലമോ 2 കൊല്ലമോ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറ്റ്സും അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഇത്ര യൂണിവേഴ്സിറ്റിയിൽ ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അവരുടെ ഇൻ്റർവ്യൂസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക, ബാക്കിയുള്ള പ്രോസസ്സിംഗ് ആയിട്ട് പോവാം. ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് സീറ്റേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ B2 കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സീറ്റ്സ് അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ടൈം നിങ്ങൾക്കൊരു ഫാക്ടറായിട്ട് വരാം. പക്ഷേ ജർമ്മനിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾക്ക് യു കെയിൽ കമ്പയർ ചെയ്യുമ്പോൾ പെർ ഇയർ ഒരു 15 to 16 lakhs ഒക്കെ പെർ ഇയർ വരാൻ സാധ്യതയുണ്ട്. അത്രയും വലിയ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ബെയർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻറ്റേൺഷിപ്പോടു കൂടിയാണ് നിങ്ങൾ പോണത്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസസും നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന അവർ ബെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്പെൻസസോ കാര്യങ്ങളോ നിങ്ങൾക്കൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് ജോലിയുണ്ട്. പിന്നെ പ്രൊമോഷനോ കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം വീണ്ടും എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടൈം തന്നെയാണ്. യു കെയിൽ 3 years കൊണ്ട് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് 12th കഴിഞ്ഞ ഉടനെ തന്നെ. മറ്റൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആദ്യം നാട്ടിൽ B2 കംപ്ലീറ്റ് ചെയ്യണം. അത് എത്ര നാളെടുക്കണോ അത്രയും നാൾ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് 4-5 കൊല്ലം ഏകദേശം നിങ്ങൾക്ക് ആക്ച്വലി ഒരു RN സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു പ്രശ്നമാണ്, യു കെയിൽ 5 years നിങ്ങൾ വർക്ക് വിസയിൽ നിന്നാൽ നിങ്ങൾക്ക് PR ആയി. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിനുള്ള എലിജിബിലിറ്റി ആയി. ഇനി ഇൻ കേസ് നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് യു കെയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കൊക്കെ അവർ ഹയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് അപ്പോഴും ഓസ്ട്രേലിയൻ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് വളരെ കുറവാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ
ജർമ്മനിയിൽ നിങ്ങളുടെ ടൈം ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിങ്ങൾ പി ആറിന് പോകുന്ന സമയത്ത്, യു കെയിൽ 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പി ആർ ആയി, അത് കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺ ആകുമ്പോൾ ജർമ്മനിയിൽ നിങ്ങൾക്ക് പി ആർ സിറ്റിസൺഷിപ്പിലോട്ടും പോകുമ്പോൾ നിങ്ങൾക്ക് C1 C2 എന്ന് പറഞ്ഞ ലാംഗ്വേജും കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാരിറ്റീവ്ലി നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിച്ച് അതിൻ്റെ അകത്ത് അത്രയും പ്രൊഫഷൻസി എത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ആവുകയുള്ളൂ. അപ്പോൾ ജർമ്മൻ പക്ഷേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ വർക്ക് ചെയ്യാൻ വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോൾ അസ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.